ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ഭൗതികപരമായ വസ്തുക്കളും അവർ ആഗ്രഹിക്കും. അത് നേടിയെടുക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥമായ സന്തോഷം. എന്നാൽ എത്ര നേരം, എത്ര കാലം ഉണ്ടാകും ആ സന്തോഷത്തിൻ്റെ ആയുസ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പല ഭൗതികപരമായ വസ്തുക്കളിലുമുള്ള മോഹം, ആസക്തി, ഇവയെല്ലാം തന്നെ കുറച്ച് നേരത്തേക്ക്, കുറച്ച് കാലത്തേക്ക് സന്തോഷം നൽകുമെങ്കിലും ആത്യന്തികമായ സന്തോഷം പ്രദാനം ചെയ്യാൻ ഇവയ്ക്കൊന്നും സാധിക്കില്ല. അതെന്തുകൊണ്ടാവാം? ഒരു കൊച്ചു വീട്ടിൽ കഴിയുന്ന ഒരാൾക്ക് ഒരു വലിയ വീട് വെക്കണമെന്നായിരിക്കും മോഹം. ആ മോഹം സഫലമാകുമ്പോൾ അയാൾ പരിപൂർണമായിട്ടും സന്തോഷം അനുഭവിക്കുമോ? സൈക്കിള് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ആ മനുഷ്യനൊരു സ്കൂട്ടർ വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത ആഗ്രഹം വരും, ഇനി ഒരു കാറ് വാങ്ങണം. അപ്പോഴും ആഗ്രഹം നിൽക്കില്ല. ഇനി ഒരു വിമാനം വാങ്ങിയാൽ പോലും അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള സന്തോഷം നേടിയെടുക്കാനാവില്ല. അത് എന്തുകൊണ്ടാവാം? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ, മോഹങ്ങളുടെ പട്ടിക അങ്ങനെ നീളുകയാണ്. ഓരോന്നോരോന്നായിട്ട് ജീവിതത്തിൽ നേടിയെടുക്കുമ്പോൾ അടുത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് മൊട്ടിടുന്നു. അതായത് ഒരു ചെടിയിൽ പുതിയ പുതിയ പൂക്കൾ മൊട്ടിട്ട് വരുന്നത് പോലെ ഓരോന്നോരോന്ന് നേടിയെടുക്കുമ്പോഴും അടുത്തതിലേക്കാണ് പിന്നെയും ആഗ്രഹങ്ങളുടെ ആ പോക്ക്. ഇതൊരിക്കലും നിലയ്ക്കുന്നുമില്ല. ആൾ പരിപൂർണമായിട്ടും സന്തോഷം അനുഭവിക്കുന്നുമില്ല. അപ്പോൾ ശരിക്കുള്ള സന്തോഷം എന്താണ്? ഒരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ശിവദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. സാമാന്യം സ്വത്തും സമ്പത്തും ഒക്കെയുള്ള, എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹം എപ്പോഴും ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും ഒരു സന്തോഷക്കുറവാണ്. അങ്ങനെ അദ്ദേഹം എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരൂ ഭഗവാനെ. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടാകും. ആ ഗ്രാമത്തിൽ ഗോവിന്ദദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി കാണൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് സന്തോഷം ഉണ്ടാവും. അങ്ങനെ അന്നു മുതൽ ശിവദാസ് ഗോവിന്ദദാസിനെ അന്വേഷിക്കുകയാണ്. ഒടുവിൽ കണ്ടെത്തുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു കുടിലിലാണ് ഗോവിന്ദദാസ് എന്ന് പറയുന്ന സാധുവായ മനുഷ്യൻ തൻ്റെ കൊച്ചു കുടുംബവുമായിട്ട് വസിക്കുന്നത്. ആ ഗൃഹത്തിലേക്ക് ചെന്ന് കയറുകയാണ് ശിവദാസ്. ആ കൊച്ചു കുടിലിൽ വളരെ സന്തോഷവാനായിട്ടാണ് ഗോവിന്ദദാസ് തൻ്റെ കുടുംബത്തോടൊപ്പം വസിക്കുന്നത്. ഗോവിന്ദദാസ് ശിവദാസിനോട് ചോദിക്കും, അങ്ങ് എന്തിനാണ് എന്നെ കാണാനായിട്ട് വന്നത്? അപ്പോൾ ശിവദാസ് പറയും, എനിക്ക് സ്വപ്നത്തിൽ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായി. അങ്ങയുടെ കയ്യിൽ ഭഗവാൻ എന്തോ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് നൽകി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ പരിപൂർണമായിട്ട് സന്തോഷം ഉണ്ടാകും. ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഒരു സാധുവാണ് ഗോവിന്ദദാസ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഭഗവാൻ ശിവദാസിന് കൊടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ച വസ്തു അതെന്തായിരിക്കാം? അപ്പോഴാണ് ഗോവിന്ദദാസിൻ്റെ ഭാര്യ പറയും, അങ്ങേക്ക് ഈ അടുത്ത കാലത്ത് ഒരു തിളങ്ങുന്ന ഒരു സ്ഫടിക കഷ്ണം കിട്ടിയില്ലേ? അങ്ങ് അത് ആ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ചിലപ്പോൾ അതാണെങ്കിലോ? അപ്പോഴാണ് ഗോവിന്ദദാസ് അത് ഓർമ്മിക്കുന്നത്. ശരിയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് ആ സ്ഫടിക വസ്തു, ആ തിളങ്ങുന്ന വസ്തു ലഭിക്കുന്നത്. അത് ചിലപ്പോൾ ശിവദാസിനുള്ളതായിരിക്കാം. തൻ്റെ കൊച്ചു കുടിലിൻ്റെ ഒരു മൂലയിൽ ഒരു പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ സ്ഫടിക കട്ട ഗോവിന്ദജി എടുത്ത് കൊണ്ടുവന്ന് ശിവദാസിന് കൊടുക്കുകയാണ്. ശിവദാസ് അത് വാങ്ങുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ആ സ്ഫടികക്കട്ട വിലപിടിപ്പുള്ള വജ്രമായിരുന്നു. ശിവദാസ് പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് വിലപിടിപ്പുള്ള വജ്രമാണ്. അപ്പോൾ ഗോവിന്ദജി പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായിരുന്നാലും ഭഗവാൻ സ്വപ്നത്തിൽ അങ്ങേക്ക് കാണിച്ചു തന്നില്ലേ എൻ്റെ കയ്യിൽ ഈ വസ്തു ഉണ്ടെന്നും ഇത് ലഭിച്ചാൽ അങ്ങേക്ക് സന്തോഷമാകുമെന്നും. ഇപ്പോൾ അങ്ങ് സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊണ്ടുപോയിക്കോളൂ, ഇത് അങ്ങേക്കുള്ളതാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി തന്നെ ആ വജ്രം ശിവദാസിനെ ഏൽപ്പിക്കുകയാണ് ഗോവിന്ദജി. വജ്രം കിട്ടുമ്പോൾ ശിവദാസിന് അതിയായ സന്തോഷമാവുന്നു. ഇത് വിറ്റിട്ട് ഇനിയും ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കും. എന്നാലും ഗോവിന്ദജി എന്താണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? ഇത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തു കിട്ടിയിട്ട് അദ്ദേഹം എന്താണ് എനിക്ക് തന്നത്? അങ്ങനെ ആദ്യം ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും പിന്നെ ആ സന്തോഷം പതിയെ പതിയെ മാറി ഗോവിന്ദജിയെ സംശയിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും വിലപിടിപ്പുള്ള വസ്തു എനിക്ക് നൽകിയിട്ടും ഗോവിന്ദജി അപ്പോഴും വളരെ സന്തോഷവാനാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തോ വിലപിടിപ്പുള്ള സാധനം കയ്യിലുണ്ട്. അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. എന്തായിരുന്നാലും അത് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തന്നെ ചോദിച്ചു വാങ്ങണം. അങ്ങനെ അന്നത്തെ ദിവസം
രാത്രിയിൽ ശിവദാസിന് ഉറങ്ങാനേ സാധിച്ചില്ല. മനസ്സിൽ മുഴുവനും ഗോവിന്ദജി എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷിക്കുന്നത്, ഇത്രയധികം വിലപിടിപ്പുള്ള വസ്തു തനിക്ക് ഏൽപ്പിച്ചിട്ടും ഒരു ദുഃഖമോ ഒരു നിരാശയോ ഒന്നും ഗോവിന്ദജിക്ക് തോന്നിയില്ല. എന്തുകൊണ്ട്? ആ ചിന്ത തന്നെയായിരുന്നു മനസ്സിൽ. പിറ്റേ ദിവസം തന്നെ ഗോവിന്ദജിയെ വീണ്ടും കാണാൻ ഇറങ്ങുകയാണ് ശിവദാസ്. പക്ഷെ അപ്പോഴേക്കും അറിയാൻ സാധിച്ചത് ഗോവിന്ദജി അന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് വീട് മാറി. അദ്ദേഹം അവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ശിവദാസ് അവിടേക്ക് പോവുകയാണ് ഗോവിന്ദജിയെ കാണാൻ വേണ്ടിയിട്ട്. ഒടുവിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയാണ്. വീണ്ടും ശിവദാസിനെ കാണുമ്പോൾ ഗോവിന്ദജി അത്ഭുതപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, എന്തിനാണ് അങ്ങ് വന്നത്? അപ്പോൾ ശിവദാസ് പറയുന്നു, സത്യം പറഞ്ഞോ, ഇത്രയും വിലപിടിപ്പുള്ള വജ്രം എനിക്ക് നൽകിയിട്ടും അങ്ങയ്ക്ക് ഒരു സങ്കടമില്ല, നിരാശയില്ല. സത്യം പറയൂ, അങ്ങയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ്? മാത്രമല്ല, അങ്ങ് ഈ വാടക ഗൃഹത്തിലാണ് താമസിക്കുന്നത്, അങ്ങയുടെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇത്രയ്ക്കും സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞതുപോലെ മറ്റെന്തോ അമൂല്യമായ വസ്തു അങ്ങയുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് അങ്ങ് ഇത്രയധികം സന്തോഷം അനുഭവിക്കുന്നത്. ദയവായി ആ വസ്തു എനിക്ക് തരൂ. ഗോവിന്ദജി ഇത് കേട്ടിട്ട് പുഞ്ചിരി തൂകി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ സന്തോഷത്തിന് ഞാൻ വിളിക്കുന്ന പേര് സംതൃപ്തി എന്നാണ്. അദ്ദേഹം പറയുകയാണ്, സമ്പത്ത്, ബന്ധുക്കൾ, യുവത്വം ഇതൊന്നും എക്കാലവും നിലനിൽക്കാത്ത വസ്തുക്കളാണ്. ഇവയിലൊന്നും തന്നെ ഞാൻ സ്ഥായിയായ സന്തോഷം കണ്ടെത്താറില്ല. ഇതൊക്കെ കാലത്തിന് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാക്കാം. ഈശ്വരൻ എനിക്ക് അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ധാർമ്മികമായ രീതിയിൽ അധ്വാനിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത്. ആ വജ്രം ഞാൻ അധ്വാനിക്കാതെ നേടിയ സമ്പത്താണ്. അത് വെറും ഒരു ഭാഗ്യം മാത്രമാണ്. അതിന് ആയുസ് വളരെ കുറവാണ്. അധ്വാനിക്കാതെ നമ്മൾ നേടുന്ന സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. മാത്രമല്ല, അത് പിന്നീട് ഭാവിയിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ ഹേതുവായും തീരാം. അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനെപ്പോഴെങ്കിലും യഥാർത്ഥമായ അവകാശി വരും, അവർക്ക് അത് നൽകാം. അതുകൊണ്ട് തന്നെ ആ വജ്രം അങ്ങേക്ക് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നൽകിയത്. അത് പോയതിൽ എനിക്ക് യാതൊരു നഷ്ടബോധവും ഇല്ല. സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഗോവിന്ദദാസിൻ്റെ വാക്കുകൾ ശിവദാസിൻ്റെ കണ്ണു തുറപ്പിച്ചു. ഗോവിന്ദദാസിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിൻ്റെ സംതൃപ്തിയുള്ള മനസ്സാണ് എന്ന് ശിവദാസ് തിരിച്ചറിയുകയാണ്. യഥാർത്ഥമായ സന്തോഷം സംതൃപ്തിയിലൂടെയാണ് ജനിക്കുന്നത്. അതായത് ഒന്നുമില്ലെങ്കിലും ഒരു പരാതികളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. എന്തൊക്കെ വസ്തുക്കളിൽ മേൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിനൊന്നും അധികം ആയുസ് ഉണ്ടാവുകയില്ല. ഈ സംതൃപ്തിയും സന്തോഷവും മോഹവും എല്ലാം തന്നെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്, ഈ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും. അപ്പോൾ മനസ്സിൻ്റെ മിത്രമാക്കി സംതൃപ്തി എന്നൊരവസ്ഥ നമ്മളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം സ്ഥായിയായി നിലനിൽക്കും. ഒരു മലർപ്പൊടിക്കാരുടെ കഥ കൂടിയുണ്ട്. അതായത് അന്ന് അവർക്ക് ഒരു കൊട്ട നിറയെ മലർപ്പൊടി കിട്ടി. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്നത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് നാളെ 2 കൊട്ട മലർപ്പൊടി വാങ്ങണം, അതിൻ്റെ പൈസയ്ക്ക് അതിൻ്റെ ഇരട്ടി മലർപ്പൊടി വാങ്ങണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും. എന്നിട്ട് ആ പൈസയൊക്കെ കൊണ്ട് വലിയൊരു വീട് വെക്കണം, വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കണം, പരിചാരകരെ വെക്കണം, നല്ല ഭക്ഷണം വാങ്ങിക്കഴിക്കണം, ഒരുപാട് വില കൂടിയ വസ്ത്രം വാങ്ങണം. അങ്ങനെ നീളുന്നു അവരുടെ മോഹത്തിൻ്റെ പട്ടിക. അങ്ങനെ നീണ്ടു പോകുമ്പോഴാണ് പെട്ടെന്നൊരു കല്ലിൽ തട്ടി അവരങ്ങനെ വീഴുകയാണ്. അവരുടെ കൊട്ടയിലുണ്ടായിരുന്ന മലർപ്പൊടി മുഴുവനും തറയിൽ ഇങ്ങനെ ചിന്നി ചെതറി വീഴുകയാണ്. പിന്നെ അതെടുക്കാൻ പറ്റുമോ? ഇല്ല. അതോടുകൂടി അത് പോയി. അവരുടെ എല്ലാ മോഹങ്ങളും അതോടുകൂടി പോയി. അപ്പോൾ അവരാഗ്രഹിക്കുകയാണ്, അയ്യോ ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ നോക്കുമ്പോൾ കൊട്ടയിൽ ഒരു ലേശം മലർപ്പൊടി ബാക്കിയുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇതുകൊണ്ട് ഇന്നത്തെ കഞ്ഞിയുടെ വകയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ സംതൃപ്തി ഇല്ലാത്ത മനസ്സ് ജ്ഞാനപാനയിൽ പൂന്താനും മുത്തശ്ശനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും, ആശയായുള്ള പാശമിതിങ്ങെന്നു
വിടാതെ കരേറുന്നു മേൽക്കുമേ. അതായത് 10 കിട്ടിയാൽ മനുഷ്യനത് 100 മാറ്റണം. ഇനി 100 കഴിഞ്ഞാലോ പിന്നെ അത് 1000 മാറ്റണം. അങ്ങനെ അങ്ങനെ മനുഷ്യന്റെ ആശയാകുന്ന ആ കയറിന്റെ അറ്റം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. അങ്ങനെ കാമക്രോധ മോഹ ലോഭ മത മാത്സര്യ ദമ്പ അസൂയ അഷ്ടരാഗങ്ങൾ. ഇതിലൊന്നാണ് ലോഭം അല്ലെങ്കിൽ അത്യാഗ്രഹം. ഈ അത്യാഗ്രഹത്തെ അടക്കി നിർത്താനുള്ള മനസ്സിന്റെ ഗുണമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഹത്തിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗം സംതൃപ്തി നേടുക എന്നുള്ളതാണ്. സംതൃപ്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഉപായവും ജ്ഞാനപ്പാനയിലൂടെ പൂന്താന മുത്തശ്ശൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കാനായിട്ട് ഭഗവാൻ തന്നെ നമ്മെ സഹായിക്കും. അപ്പോൾ ആഗ്രഹങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഒരു വീടില്ലാത്തയാള് ഒരു വീട് മോഹിച്ചാല്, നല്ല ജോലി നേടി കുറച്ച് കാശ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചാല്, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കണമെന്ന് ആഗ്രഹിച്ചാല്, നല്ല സ്കൂളിൽ ചേരണം, നല്ല കോളേജിൽ ചേർന്ന് പഠിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചാല് അതൊക്കെ അപ്പോൾ തെറ്റാണോ? അങ്ങനെ നിങ്ങളുടെ മനസ്സിലിപ്പോ തോന്നിയേക്കാം. തൻ്റെ സുഖവും സന്തോഷവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് സ്വാർത്ഥമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് ആ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ സന്തോഷം ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കളയേണ്ടത് സ്വാർത്ഥ ചിന്തയാണ്. ആ സ്വാർത്ഥ ചിന്ത കളയുമ്പോൾ തന്നെ അത്യാഗ്രഹം ഇല്ലാതെയാകുന്നു. നമ്മുടെ ആഗ്രഹത്തിൽ ഒരു ധാർമ്മികത വരുന്നു, ഒരു നന്മ വരുന്നു. കാരണം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ നമ്മൾ മറ്റൊരു വ്യക്തിക്ക്, മറ്റാർക്കൊക്കെയോ സന്തോഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യുകയാണ്. അവരുടെ കൂടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കുന്നത്. അതായത് ഒരു കുട്ടി ആഗ്രഹിക്കുകയാണ് അവനൊരു ഡോക്ടറായി മാറണം. അവൻ എന്തിനാണ് ഡോക്ടറായി മാറുന്നത്? വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ സാലറിയിൽ ജോലി ചെയ്യാം, ഒരുപാട് കാശ് സമ്പാദിക്കാം. ഇങ്ങനത്തെ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് അവൻ ഡോക്ടർ ആകുന്നതെങ്കിൽ അത് അവൻ്റെ അത്യാഗ്രഹമാണ്. അതേസമയം അവൻ ചിന്തിക്കുകയാണ് ഒരു ഡോക്ടറായി മാറാം, അത് നല്ലൊരു കരിയറാണ്, അതോടൊപ്പം തന്നെ സമൂഹത്തിലെ കുറച്ചു പേരെങ്കിലും സൗജന്യമായിട്ട്, സാധുക്കളായ ആളുകളെ സൗജന്യമായിട്ട് എനിക്ക് ചികിത്സിക്കാം. ഇങ്ങനെ ഒരു നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നതെങ്കിൽ അത് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ അവന് എപ്പോഴും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയും ചെയ്യും. അതായത് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, നമ്മുടെ മികച്ച കഴിവുകൾ, ഇതെല്ലാം തന്നെ മറ്റുള്ളവരുടെ കൂടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങളെ സംതൃപ്തിയിലേക്ക് നയിക്കും. ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത മനസ്സിൻ്റെ ഒരുപാട് ദോഷങ്ങളിൽ ഒന്നാണ് ഈ ലോഭം അല്ലെങ്കിൽ അത്യാഗ്രഹം. ഇത് ഒഴിവാക്കിയാൽ മാത്രമേ പരിപൂർണമായിട്ടുള്ള സംതൃപ്തി നിറഞ്ഞ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.